നമ്മുടെ വാണിയമ്പലം മേൽപ്പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നീണ്ടുപോയത് CPM സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് കൊണ്ടാണ് എന്ന് കുറ്റപ്പെടുത്താൻ ഞാൻ തെരഞ്ഞെടുപ്പ് വരെ വന്നിട്ടില്ല. ഗവൺമെന്റ് നടപ്പാക്കില്ല അല്ലെങ്കിൽ ഫണ്ട് അനുവദിക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നേരെ തീരുമാനിച്ച് റെയിൽവേയിലേക്ക് അത് കൊടുക്കുവാനും റെയിൽവേയുടെ ഫണ്ട് കിട്ടുമോ നോക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെയൊക്കെ ആയിട്ട് പോലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ട് പോലും ഞാനത് രാഷ്ട്രീയ വിഷയമാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് പറയാതിരുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് വേളയിൽ അത് വലിയ ആക്ഷേപമാക്കി മാറ്റി. നമുക്കറിയാം, റെയിൽവേ ഗേറ്റുകളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളാണ് നമ്മളൊക്കെ. ഞാനും ഇന്നും അനുഭവിച്ചതാണ്. പക്ഷെ റെയിൽവേ ഗേറ്റുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള റെയിൽവേ ഗേറ്റുകളൊക്കെ റെയിൽവേ ഓവർബ്രിഡ്ജ് ആയി മാറുന്നതിന് ദശാബ്ദങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ കണക്കെടുക്കുമ്പോൾ ഇനിയും ഏതാണ്ട് 40ഓളം റെയിൽവേ ഗേറ്റുകൾ ഇതുപോലെ ഉണ്ട്. അത് ഭൂരിഭാഗവും CPMന്റെ മണ്ഡലങ്ങളിലായിരുന്നു. അപ്പൊ സ്വാഭാവികമായി അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതുകൊണ്ടാണ് വൈകിപ്പോയത്. എന്നിട്ടും ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് ഇടപെട്ടു. രാഹുൽ ഗാന്ധി ഇടപെട്ടു, ഫണ്ട് അനുവദിച്ചു. അതിൽ ഒരു കാലതാമസവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഗവൺമെന്റിന്റെ കാലത്ത് യാതൊരു തർക്കവും വേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന്റെ പ്രവൃത്തി തുടങ്ങാൻ ആവശ്യമായ നടപടികൾ നമ്മൾ സ്വീകരിക്കും. അതിന്റെ സ്ഥലമെടുപ്പ് മറ്റു കാര്യങ്ങളുടേതായ കാലതാമസം മാത്രമേ ഉണ്ടാവൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്.